എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു കോൺസ്പിറസി തിയറി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിലത്തെ തന്നെ നമ്പർ 1 കോൺസ്പിറസി തിയറിയാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. ഇല്ലുമിനാറ്റി എന്ന വാക്കിന്റെ ശരിക്കും അർത്ഥം എന്ന് പറയുന്നത് എൻലൈറ്റ് ചെയ്യുക, അതായത് ഇല്ലുമിനേറ്റ് ചെയ്യാന്നാണ് ശരിക്കും ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാളെ നോളജിലൂടെ എൻലൈറ്റൻ ചെയ്തു കൊണ്ടുവരാം, അതായത് ഉയർത്തി കൊണ്ടുവരാം. അതാണ് ശരിക്കും ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇല്ലുമിനാറ്റി എന്നുള്ള ഒരു സംഭവം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ബവേറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ആഡം. ഇദ്ദേഹത്തിന് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ കാനൺ ലോസ് പഠിപ്പിക്കാനുള്ള പ്രൊഫസർ ആയിട്ടുള്ള ജോലി കിട്ടി. കാനൺ ലോസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ റിലീജിയനുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് പള്ളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഡിസിപ്ലിനും പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരുപാട് ആചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനാണ് ശരിക്കും ഇദ്ദേഹത്തെ നിയമിച്ചത്. ആഡം ഒഴികെ ഈ പള്ളിയിലുള്ള എല്ലാവരും തന്നെ ക്ലർജി എന്നുള്ളൊരു കൂട്ടായ്മയിലെ മെമ്പേഴ്സ് ആയിരുന്നു. പക്ഷെ എടുത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ ആഡത്തിന് ഈ ഒരു കൂട്ടായ്മയിലത്തെ മെമ്പർ ആവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടുവരുന്ന എല്ലാവരും തന്നെ ഈ ക്ലർജിയിൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ ആഡത്തിനെയും എല്ലാവരും ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. എന്തിന്? ഈ ക്ലർജിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ക്ലർജിയിൽ മെമ്പർ ആയില്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തെ പിരിച്ചുവിടുന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷെ ആഡം മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിനായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ ഇദ്ദേഹം ചിന്തിക്കാൻ നിന്നില്ല. തൻ്റെ കയ്യിലുള്ള ഐഡിയോളജീസും തൻ്റെ കയ്യിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ മെമ്പേഴ്സ് ആഡത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഐഡിയോളജീസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഗ്രൂപ്പിൽ വെറും 6 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലുമിനാറ്റിയുടെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ ഉയർത്തി കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ശരിക്കും ഇല്ലുമിനാറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആ കാലഘട്ടത്തിൽ ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോഴ്സ്ഫുള്ളി ഫോളോ ചെയ്തു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മെന്റൽ ലിബറേഷൻ, അതായത് മെന്റലി ആൾക്കാരെ മോചിപ്പിക്കാന്നുള്ള രീതിയിലാണ് ശരിക്കും ഇല്ലുമിനാറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാലഘട്ടത്തൊക്കെ സയൻസും റിലീജിയൻ എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന 2 സംഭവങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് സയൻസും റിലീജിയനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളല്ല, അത് ശരിക്കും ഒരുമിച്ച്, അതായത് പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഒക്കെയായിരുന്നു ശരിക്കും ഇല്ലുമിനാറ്റിയുടെ ആ ഗ്രൂപ്പിനകത്തൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പെർട്ടിക്കുലർ റൂൾസിനെ ഫോളോ ചെയ്യാണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് കൊടുക്കണം, അവർക്ക് ഇഷ്ടമുള്ള സംഭവം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇല്ലുമിനാറ്റിയുടെ ആ ഒരു ഐഡിയോളജി എന്നൊക്കെ പറയുന്നത്. ആ കാലഘട്ടത്തൊക്കെ റിലീജിയനും ഗവൺമെന്റ് വളരെ ക്ലോസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടിരുന്നത്. പക്ഷേ ഇല്ലുമിനാറ്റിയിലുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത് റിലീജിയനും ഗവൺമെന്റും ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ട 2 ബോഡീസ് ആയിട്ടാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ വലുതായി തുടങ്ങി. അതായത് ഒരുപാട് മെമ്പേഴ്സ് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്ന് തുടങ്ങി. മെമ്പേഴ്സ് കൂടി വന്നപ്പോൾ ഈ ഗ്രൂപ്പിന് 3 തരത്തിലുള്ള മെമ്പർഷിപ്പുകൾ വരെ കൊണ്ടുവന്നു. അങ്ങനെ ഇല്ലുമിനാറ്റിയുടെ മീറ്റിംഗ്സിൽ വെച്ച് ആഡം ഒരുപാട് സെറിമണീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അതായത് പല തരത്തിലുള്ള റിച്വൽസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം ഫ്രീ മെഷീനറി എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജിനോട് വളരെയധികം ഒബ്സസ്ഡ് ആയിരുന്നു. നമ്മൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വോളണ്ടിയർ ചെയ്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും ഫ്രീ മെഷീനറി എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇല്ലുമിനാറ്റിയിലുള്ള മെമ്പേഴ്സിന് സീക്രട്ട് ആയിട്ടുള്ള പേരുകൾ വരെ കൊടുത്തു തുടങ്ങി. അതിൽ ആഡം ചൂസ് ചെയ്ത പേര് സ്പാർട്ടിക്കസ് എന്നാണ്. അതായത് മറ്റുള്ളവർ ഫ്രീ ആക്കുക, അതായത് ലിബറേറ്റ് ചെയ്യുക. ഇല്ലുമിനാറ്റിയുടെ കേസ് വരുമ്പോൾ ആൾക്കാരെ മനസ്സിലുള്ള ഒരു മെന്റൽ സ്ലേവറിന്ന് ലിബറേറ്റ് ചെയ്യുക. അങ്ങനെ തുടക്കം വെറും 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഈ ഗ്രൂപ്പ് ഏകദേശം 2500ഓളം മെമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ മെമ്പർഷിപ്പ് 3 ക്ലാസ് ആയിട്ട് തിരിച്ചു. അതായത് ഇല്ലുമിനാറ്റി മൈനർ, ഇല്ലുമിനാറ്റി ഡിറിഗ്നസ്, പിന്നെ അവസാനത്തെ ക്ലാസ് ആണ് രാജാവ്, അതായത് കിങ്. ആഡം ഉൾപ്പെടെ ഇല്ലുമിനാറ്റിയുടെ ആദ്യത്തെ മെമ്പേഴ്സ് ശരിക്കും കിങ് കാറ്റഗറിയിലാണ് പെടുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇല്ലുമിനാറ്റിയുടെ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ അപ്പർ യൂറോപ്യൻ സൊസൈറ്റിയിലേക്ക് പയ്യെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പക്ഷേ ഇവിടെ പൊളിറ്റിക്സ് എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഐഡിയോളജീസ് ഒന്നും ഇവിടെ ആരും തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ 1777 ചാൾസ് എന്ന് പറയുന്ന രാജാവ് അവിടെ ഭരണമേറ്റതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഐഡിയോളജിയും ഇല്ലുമിനാറ്റിയിലുള്ള ഒരു ഐഡിയോളജിയും കേരളമൊക്കെ ഏകദേശം സിമിലർ ആയിരുന്നു. അതുമാത്രമല്ല ഇതൊരു രാജഭരണം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വീക്ക് ആയിട്ടാണ് ജനങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഇദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ഐഡിയോളജിയും ഇല്ലുമിനാറ്റിയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ഭരണം അത്യാവശ്യം വീക്ക് ആയതുകൊണ്ട് തന്നെ ഇല്ലുമിനാറ്റിയുടെ ഐഡിയോളജിയും അത്യാവശ്യം വീക്ക് ആയിരിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളിലേക്ക് ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങി. വേറൊന്നല്ല,
ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഇല്ലുമിനാറ്റിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് വെച്ച് അത് അത്രയ്ക്ക് ഒരു ക്ലോസ് സംഭവമായിരുന്നില്ല. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു അത്യാവശ്യം സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ന്യൂസും കൂടി ആയിരുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ഇല്ലുമിനാറ്റിയുടെ ഏകദേശം ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ രാജാവ് ഇല്ലുമിനാറ്റിയുടെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഐഡിയോളജീസും ഈ മൊണാർക്കിയിലേക്ക് കൊണ്ടുവരുന്നത്. രാജാവിന്റെ ഈ ഐഡിയോളജീസ് ഉപയോഗിച്ചിട്ടുള്ള ഭരണം വളരെ വീക്കായിരുന്നു. അതും ഇല്ലുമിനാറ്റിയുടെ ഐഡിയോളജീസുമായിട്ട് വളരെ സിമിലർ ആയതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ഇല്ലുമിനാറ്റിക്കെതിരെ തിരിഞ്ഞു. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. അതിനിടയ്ക്കാണ് ഇല്ലുമിനാറ്റിയുടെ മെമ്പേഴ്സ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നത് ഇല്ലുമിനാറ്റിയുടെ അത് ആനയുണ്ട് ചേനയുണ്ട്, അവർക്ക് ഭയങ്കര പവറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോഴും പബ്ലിക്കിന് പൊതുവെ ഒരു പാനിക് വന്നു തുടങ്ങി. അതായത് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് വളരെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് പബ്ലിക്കിലേക്ക് പയ്യെ ഇങ്ങനെ കിട്ടി തുടങ്ങി. അതായത് ഇല്ലുമിനാറ്റിന്റെ മെമ്പേഴ്സിന്റെ കയ്യിലുള്ള പവറും സാധാരണ ജനങ്ങളുടെ പവർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ അവിടെ മൊത്തം സ്പ്രെഡായി. അതുകൊണ്ട് തന്നെ ഈ രാജാവ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിനെ ഇങ്ങനെ പിരിച്ചുവിടുകയും ഇതുപോലുള്ള സീക്രട്ട് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നുള്ളൊരു നിയമമൊക്കെ ഇറക്കി. അതും കൂടി ആയപ്പോൾ ഈ പറയുന്ന ഇല്ലുമിനാറ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചാൽ ഈ ആഡം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടായിട്ടാണ് ശരിക്കും ഈ കഥകളിലൊക്കെ പറയുന്നത്. ഈ ഒരു സമയം കൊണ്ട് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഗ്രൂപ്പിന് മറ്റുള്ള ആൾക്കാരെയും കൂടുതൽ എന്തൊരു പവർ ഉണ്ടെന്നുള്ളൊരു രീതിയിൽ ഒരു ഫീലിംഗ് ഓഫ് പവർ അത് എല്ലാവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ശരിക്കും ഇല്ലുമിനാറ്റിയുടെ സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ കോൺസ്പിറസി തിയറിസ്റ്റിന് ശരിക്കും ഇതൊരിക്കലും അത് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലോകം വർക്ക് ചെയ്യുന്നത് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് മുക്കിലും മൂലയിലും എവിടെ നോക്കിയാലും കോൺസ്പിറസി തിയറിയാണ്. അതായത് നിങ്ങളൊന്ന് കേട്ടു വെക്കാം, നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സീക്രട്ട് സൊസൈറ്റി, അതായത് ഇല്ലുമിനാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ കോൺസ്പിറസി തിയറിയിലൊക്കെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒട്ടുമിക്കവരും കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഇല്ലുമിനാറ്റിയിലെ ഒരു ഗ്രൂപ്പ് മെമ്പറാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടെങ്കിലും 100ഓളം വർഷങ്ങൾക്ക് മുമ്പോ ഏതൊരു സ്ഥലത്ത് വെച്ചിട്ട് ചെറിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതപ്പോൾ തന്നെ ഇങ്ങനെ പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനത്തെ ചെറിയൊരു സ്റ്റോറി മാത്രമാണ് ഇല്ലുമിനാറ്റിക്ക് ഉള്ളത്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇല്ലുമിനാറ്റി എന്നുള്ള ആ ഒരു പേരിനോട് ചേർത്തിട്ട് ഈ പവർ, അതായത് സാധാരണ ആൾക്കാരെയും കൂടുതൽ പവർ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിന് ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് അത് ആ കാലത്ത് കിട്ടിപ്പോയി. ആ ഒരു വേർഡ് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കൈമറിഞ്ഞ് വന്നപ്പോൾ അത് ഭയങ്കര വലിയ പവറായി, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന പവറായി, നമ്മുടെ ലോകം മൊത്തം തന്നെ ഇല്ലുമിനാറ്റിയുടെ അണ്ടറിലാന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും ഇപ്പോൾ പറഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് കോൺസ്പിറസി തിയറി മാത്രമാണ്. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു 5-6 പേര് ചേർന്നിട്ട് അവരുടെ ഐഡിയോളജി ആയിട്ട് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാക്കില്ല, ചെറിയ പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടാക്കില്ല. അതേപോലെ ചെറിയൊരു സംഭവം മാത്രമാണ്, ചെറിയൊരു ഗ്രൂപ്പ് മാത്രമായിരുന്നു. അത് പയ്യെ റൈസ് ചെയ്ത് വന്നു, പെട്ടെന്ന് തന്നെ അത് ഇല്ലാണ്ടായി. അതാണ് ശരിക്കും ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി പോലെ ഇല്ലുമിനാറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. കോൺസ്പിറസി തിയറീസ് ഒക്കെ കേട്ടിരിക്കാൻ രസമാണ്. അതൊക്കെ കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളഞ്ഞാൽ മതി. കാരണം ഇതിന്റെ സ്റ്റോറി ശരിക്കും ഇത്രയും തന്നെ ഉള്ളൂ. ഇല്ലുമിനാറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.